ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെയും സാധിക്കുമാറാകട്ടെ, എല്ലാവർക്കും സന്തോഷം വരുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. നമുക്ക് റീഡിങ്ങിലേക്ക് കിടക്കാം. ഈ റീഡിംഗ് ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, വാട്സപ്പ് വഴി കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. എന്തൊക്കെയാണ് ഇന്നത്തെ ദിവസം നിങ്ങളിലേക്ക് വരുന്ന സന്തോഷങ്ങൾ എന്ന് നോക്കാം. ദ വീൽ ഓഫ് ഫോർച്യൂൺ വളരെ വലിയ സന്തോഷം തന്നെയാണ്. ഏസ് ഓഫ് വാൻസ്, ഇതും അതുതന്നെ സന്തോഷമാണ്. ടു ഓഫ് കോയിൻസ്, ഫൈവ് ഓഫ് വാൻഡ്സ്, ടെൻ ഓഫ് കപ്സ്, Knight of Swords, Justice, King of Coins, Ten of Coins, The Lovers. ലവേഴ്സ് കയ്യിൽ നിന്നും വീണ് പോയതാണ്ട. ദ ലവേഴ്സ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് പ്രിൻസസ് ഓഫ് കോയിൻസ് ആണ്. നമുക്ക് ഒറക്കിൾ കാർഡ്സ് കൂടെ എടുത്തിട്ട് റീഡ് ചെയ്യാവേ. ഇവിടെ ഇതിൻ്റെ ബോട്ടം വന്നിരിക്കുന്നത് മൂവ്മെൻറ്റ്, ചോയ്സസ്, ഡിസിഷൻസ്. കണ്ടോ, നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾക്ക് ചോയ്സസ് ഉണ്ട്, ഡിസിഷൻസ് എടുക്കാനുള്ള സമയവും ആയിരിക്കുന്നു എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീരുമാനങ്ങൾ എടുക്കാൻ സമയമായിരിക്കുന്നു. നിങ്ങൾ മുന്നോട്ട് വരിക, മുന്നോട്ട് നടക്കൂ, തിരഞ്ഞെടുക്കൂ, തീരുമാനമെടുക്കൂ, മുന്നോട്ട് പോകൂ, വളരെ നല്ല സന്തോഷമായിട്ട് ഒരു ലൈഫിലേക്ക് പോകൂ എന്നാണ് ഇവിടെ ഡിവൈൻ മെസ്സേജ് വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ദ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ എല്ലാ എനർജീസും ഉണ്ട്. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സക്സസ് ആണ് വരുന്നത്. ഏത് കാര്യത്തിലും ഒരു തുടക്കം നിങ്ങളിലേക്ക് വരുന്നു എന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം. 10 ആണ് സംഖ്യ. അതുപോലെ വിധി മാറി മറിയുകയാണ്. നിങ്ങളുടെ ജീവിതം നിങ്ങൾ ഉദ്ദേശിക്കുന്നതിനപ്പുറത്തേക്ക് പോവുകയാണ്. ഉദ്ദേശിക്കുന്നതിനപ്പുറം എന്ന് പറയുമ്പോൾ അതിൽ വളരെ വലിയ സന്തോഷങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നു എന്നാണ് കാണുന്നത്.
അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നതിനപ്പുറം പോകുന്നു എന്ന് പറയുന്നത് എന്താണ്? നിങ്ങൾ വിചാരിച്ചിരിക്കുന്നതിലും അപ്പുറമായിട്ട് നിങ്ങളിലേക്ക് ചില കാര്യങ്ങൾ സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിപ്പോൾ ഒരുപാട് കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാവും അല്ലേ? പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. വളരെയധികം സന്തോഷകരമായ ചില കാര്യങ്ങൾ, നിങ്ങളുടെ ജീവിതം തന്നെ മാറിമറിയുന്ന ചില കാര്യങ്ങൾ, ജീവിതത്തിന് നല്ലൊരു മാറ്റം വരുന്നുണ്ട്, നല്ലൊരു തുടക്കം വരുന്നുണ്ട്. പല കാര്യങ്ങളും ഇവിടെ ആഗ്രഹിച്ചതിനേക്കാൾ ശ്രേഷ്ഠമായിട്ട് സന്തോഷകരമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്, ഇവിടെ വന്നിരിക്കുന്നത്. പലരുടെയും ഹാർട്ട് ചക്ര ആക്റ്റീവാകുന്ന ഒരു സമയമാണെന്ന് കാണുന്നുണ്ട്. സ്നേഹം അങ്ങോട്ട് കൊടുക്കാനും സ്നേഹം പലരുടേതും ഇങ്ങോട്ട് ലഭിക്കാനും ഉള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുകയല്ലേ. വന്നു ചേരുന്നത് എപ്പോഴാണ്? നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വരുമ്പോഴാണ് ഇത് വന്നു ചേരുന്നത്. അപ്പോൾ ദൈവാനുഗ്രഹം വന്നിട്ട് പല കാര്യങ്ങളും നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ ഒരുപാട് സന്തോഷം നിങ്ങൾ അനുഭവിക്കുന്നു. മറ്റുള്ളവരിൽ നിന്നും പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്കും ലഭിക്കുന്നു. അതാണ് പറയുന്നത് ഇവിടെ. കാണില്ലേ? അപ്പോൾ തന്നെ നിങ്ങൾ നല്ല പോസിറ്റീവ് എനർജി നിറഞ്ഞു നിൽക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ ആകർഷണം കൂടി വരും. മറ്റുള്ളവർ നിങ്ങളിലേക്ക് വരാനും സംസാരിക്കാനും സന്തോഷങ്ങളിൽ പങ്കുചേരാനും ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങളുടെ സമയമൊന്ന് മാറി വരികയാണ് എന്ന് കാണുന്നു. ഇതുവരെയും ദുരിതം അനുഭവിച്ചിരുന്നവർക്ക്, കഷ്ടതകളിലൂടെ പോയിക്കൊണ്ടിരുന്നവർക്ക്, ഒരുപാട് ദുഃഖം അനുഭവിച്ചിരിക്കുന്നവർക്ക് ഒക്കെയും ആ ഒരു സമയം കടന്നു വരുന്നു, അല്ലെങ്കിൽ കടന്നു പോകുന്നു. കടന്നു വരികയല്ല, ആ ഒരു സമയം കടന്നു പോകുന്നു. ദുഃഖത്തിൽ നിന്ന് മുന്നോട്ട് നിങ്ങൾ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ പറയാൻ കഴിയുന്നത്. അത് ഏത് കാര്യത്തിലായാലും, സാമ്പത്തികമായാലും പ്രണയത്തിൻ്റെ കാര്യമായാലും ജോലിക്കാര്യങ്ങളിലായാലും എന്തോ നിങ്ങൾ ആവേശകരമായി ചില ബിസിനസ്സുകളിൽ പങ്കെടുത്തിരിക്കുന്നു, അതിലൂടെ പോകാനായാലും നിങ്ങൾക്ക് നല്ലൊരു സമയമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. എല്ലാവിധ തടസ്സങ്ങളും നിങ്ങൾക്ക് മാറി വരുന്നു എന്നുള്ളതാണ് ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത്. വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജിയാണ്. അടുത്തത് ഏസ് ഓഫ് വാൺസ് ആണ് വന്നിരിക്കുന്നത്. വാൺസ് ഓഫ് ഫയർ സൈൻ ആണ്. ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. അപ്പോൾ ഇവിടെ നിങ്ങൾ പുതിയതായിട്ട് എന്തോ തുടങ്ങിയിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ എന്തെങ്കിലും ബിസിനസ് കാര്യങ്ങളിലേക്ക് ഒന്ന് കൈ കടത്തിയിട്ടുണ്ടാവാം. അത് തുടങ്ങണമെന്ന് മനസ്സിലെങ്കിലും പ്ലാൻ ചെയ്തിട്ടുണ്ടാവാം അല്ലേ? ചിലപ്പോൾ അതിന് കമ്പ് നാട്ടിയിട്ടുണ്ടാവാം. അല്ലെങ്കിൽ എന്തെങ്കിലും പഠിക്കാനാവാം. ഏതൊരു കാര്യത്തിനും നിങ്ങളിപ്പോൾ ഒരു തുടക്കം കുറിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഈ ഒരു കാര്യം നിങ്ങൾ ബിസിനസ് കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ഓൺലൈൻ വഴി എന്തെങ്കിലും ബിസിനസ് തുടങ്ങണമെന്ന് ചിന്തിച്ചാലും മതിയാവും. അത് നിങ്ങൾക്ക് സക്സസ് ആയിട്ട് മുന്നോട്ട് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ റൂട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് കാണുന്നത്. കാരണം നിങ്ങളിലേക്ക് സാമ്പത്തികം വരാനുള്ളത്, സ്ഥിരമായ ഉത്സാഹം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ പല കാര്യങ്ങൾക്കും തുടക്കത്തിലേക്ക് നിങ്ങൾക്ക് വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ടു ഓഫ് കോയിൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. സാമ്പത്തികമായൊരു ജഗ്ലിംഗ് ഉണ്ട്, പക്ഷേ അത് നിങ്ങളിൽ നിന്നും വിട്ടു മാറിയിട്ട് നിങ്ങൾ മുന്നോട്ട് ആഗ്രഹിക്കുന്ന കാര്യത്തിൽ ഒരു സക്സസ് നേടുന്നതായി കാണുന്നു. സാമ്പത്തികപരമായി രണ്ട് കാര്യങ്ങൾ, ചിലപ്പോൾ നിങ്ങൾ വീട് വാങ്ങിക്കണം, അല്ല എങ്കിൽ സാമ്പത്തികം നിങ്ങളുടെ കയ്യിലുണ്ട്, ഒരുപാടില്ല എങ്കിലും കുറച്ചുണ്ട്. അത് നിങ്ങൾ പല കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടാകും. ചിലപ്പോൾ വീട് വാങ്ങിക്കാനോ അല്ലെങ്കിൽ വാഹനം വാങ്ങിക്കാനോ ആയിരിക്കണം. അപ്പോൾ ഇതിലേതെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ 5 ഓഫ് വാൺസ് ഇവിടെ വന്നിരിക്കുന്നു. ഇവിടെ ആരൊക്കെയോ തമ്മിൽ ആർഗ്യുമെൻറ്റ്സ് ആണ്, അല്ല എങ്കിൽ കോമ്പറ്റീഷൻ ആവാം. അത് ഏത് കാര്യത്തിലും ഒരു കോമ്പറ്റീഷൻ, പഠിക്കുന്ന കാര്യത്തിലാവാം, ചിലപ്പോൾ ജോലിക്കാര്യങ്ങളിൽ ചില കമ്പനി വർക്കിലൊക്കെ ആവാം, അല്ല എങ്കിൽ വീട്ടിലാവാം. എവിടെയോ നിങ്ങൾ തമ്മിൽ ഒരു കോമ്പറ്റീഷൻ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ചിലപ്പോൾ ചിലർ തമ്മിൽ വാഗ്വാദങ്ങളിൽ ഏർപ്പെടുന്നു. അങ്ങനെയൊക്കെയുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതിൽ ഒരാൾക്ക് വിജയം നേടാൻ സാധിക്കുന്നു. ആ ഒരു വിജയം നേടുന്ന ആളിൻ്റെ തന്നെ എനർജി മറ്റുള്ളവരിലേക്കും പാസ് ചെയ്യുന്നു. മറ്റുള്ളവർ വളരെ സന്തോഷത്തോടു കൂടി അതിനെ അനുഗമിക്കുന്നു. അതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ഇടച്ചക്രയുടെ ആക്ടിവേഷൻ ഉണ്ട്. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല കാര്യങ്ങളും മുൻകൂട്ടി അറിയാനും പല കാര്യങ്ങളിൽ മത്സരത്തിൽ വിജയം സിദ്ധിക്കാനും ഒക്കെയുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വാഗ്വാദങ്ങളിൽ പങ്കെടുത്ത് ആർഗ്യുമെൻറ്റ്സ് ഒക്കെ നടത്തി അതിൽ വിജയിയാവാനുള്ള ഒരു സമയം, ഇൻ്റർവ്യൂവിലൊക്കെ പോകുമ്പോൾ ചിലപ്പോൾ അതിൽ നിങ്ങൾക്ക് വിജയം ലഭിച്ചിരിക്കാം. അതാണ് ഇവിടെ കാണുന്നത്.
ഏതൊരു കാര്യത്തിലും നിങ്ങളിപ്പോൾ സംസാരിച്ച് തുടങ്ങിയോ അതിൽ നിങ്ങൾക്ക് വിജയിക്കണം എന്നുള്ള ചിന്ത നിങ്ങൾക്കുണ്ടാവും അല്ലേ? അപ്പോൾ അത്തരത്തിലൊരു വിജയത്തിലൂടെ പോകുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. വൺസ് ഓഫ് ഫയർ സൈനാണ് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ പെൻഡക്കിളാണ് വന്നിരിക്കുന്നത്. പെൻഡക്കിൾ എർത്ത് സൈനാണ് ടോറസ്, വെർഗോ, ക്യാപ്രിക്കോ എനർജി. ഇവിടെ 10 ഓഫ് കപ്സ് വന്നിരിക്കുന്ന കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ 10 ഓഫ് കപ്സ് ആണ് വന്നിരിക്കുന്നത്. നിറഞ്ഞ സ്നേഹമാണ്. ഇവിടെ നിറഞ്ഞ സ്നേഹം 10 ആണ്. ഇവിടെ അത് അവസാനിച്ചിട്ടൊരു സ്റ്റാർട്ടിങ് തുടങ്ങുകയാണ്. സ്നേഹത്തിൻ്റേതായ ഒരു സ്റ്റാർട്ടിങ്, അതായത് ഫാമിലി സഹിതം സന്തോഷിക്കുന്ന ഒരു എനർജി. ആ സന്തോഷം എങ്ങനെയാണ് വരുന്നത്? ചിലപ്പോൾ ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ഉള്ള ആൾക്കാർ തമ്മിൽ കണ്ടുമുട്ടലാണ്. പിരിഞ്ഞിരിക്കുന്നവർ തമ്മിലുള്ള കണ്ടുമുട്ടൽ വരാം. അല്ലെങ്കിൽ കുട്ടികൾ ജനിച്ചിട്ട് വീട്ടിൽ കുട്ടികളുടെ ജനനത്തിലൂടെ സന്തോഷം അനുഭവിക്കുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. പലർക്കും അങ്ങനെയാണ് ഇവിടെ നിറഞ്ഞ സന്തോഷം അനുഭവിക്കാനുള്ള സമയമെടുത്തിരിക്കുന്നു, അതിനുള്ള സാധ്യത നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ മണിപൂരക ചക്രയുടെ ആക്ടിവേഷൻ, സോളാർ പ്ലക്സസ് ചക്രയുടെ ആക്ടിവേഷനാണ്. അത് സമൃദ്ധിയെ കൊണ്ട് തരുന്നതാണ്, ഐശ്വര്യത്തെ തരുന്നതാണ്. അപ്പോൾ ഐശ്വര്യവും സമൃദ്ധിയും നിങ്ങളിലേക്ക് വരുമ്പോഴല്ലേ പിരിഞ്ഞിരിക്കുന്നവർ നിങ്ങളിലേക്ക് വരിക. അല്ല എങ്കിൽ വിവാഹമൊക്കെ നടന്നിട്ട് കുട്ടികളുണ്ടാകും, കുട്ടികളോടൊപ്പം സന്തോഷം അനുഭവിക്കാൻ സാധിക്കുക, കുട്ടികളുടെ ജനനം, അവർ തമ്മിലുള്ള സന്തോഷം അനുഭവിക്കാൻ സാധിക്കുക, കുട്ടികൾ ഒന്നിച്ച് കുടുംബസഹിതം ഉല്ലാസയാത്രകളിൽ പങ്കെടുക്കുക, ഉല്ലാസപരമായ ഒരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു എനർജി വളരെയധികം സന്തോഷകരമായിട്ട്. പിരിഞ്ഞിരിക്കുന്നവർ വന്നു ചേരുന്ന എനർജി, ടിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ ഇവിടെ നന്നായിട്ട് കാണാനുണ്ട്. അവർ വന്നു ചേരുന്ന എനർജിയാണ്, വളരെയധികം സന്തോഷത്തിലൂടെ മുന്നോട്ട് പോകുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നൈറ്റ് ഓഫ് സോർട്സ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. കാരണം ഇവിടെ പലരും ആക്ഷൻ എടുക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങളിലേക്ക് വളരെ നല്ല എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ആരൊക്കെയോ മെസ്സേജ് വരാനോ, ആരൊക്കെയോ വിളിക്കാനോ, അല്ലെങ്കിൽ ഉദ്ദേശിച്ച ആളിനെ, വ്യക്തിയെ കാണാനോ ഒക്കെയുള്ള സാധ്യതയാണ്. വളരെയധികം ആവേശത്തോടുകൂടി വരുന്നതാണ്. സോഡ് എയർ സൈനാണ് ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. വളരെ ദൂരെ നിന്നും വരുന്നതാണിത്. ഈ ഒരു തോട്ട്സ് വളരെ ദൂരെ നിന്നും വരുന്നതാണ്. എന്തെങ്കിലും ചിലപ്പോൾ നിങ്ങളുടെ ജോലിക്കാര്യത്തിന് വേണ്ടിയുള്ള മെസ്സേജ് വരുന്നതാവാം, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഫ്ലൈറ്റ് യാത്രയ്ക്കാവാം, അല്ലെങ്കിൽ ട്രെയിനിലുള്ള യാത്രയ്ക്ക്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ യാത്രയെ കുറിക്കുന്നതാവാം, അല്ലെങ്കിൽ പഠിക്കുന്നത്, ജോലിക്കാര്യങ്ങളിൽ ഒക്കെയുമുള്ള എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നു. അതിനായിട്ട് നിങ്ങൾ തയ്യാറെടുക്കുന്നത് പറയുന്നു. അത് നിങ്ങൾക്ക് അതിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയും ഇവിടെ വന്നിരിക്കുന്നു. ജസ്റ്റിസാണ് പിന്നീട് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ തീർച്ചയായിട്ടും ഇവിടെ ജസ്റ്റിസ് നിങ്ങൾക്ക് ലഭിക്കുന്ന എനർജി ഉണ്ട്. നീതിദേവത നിങ്ങളോട് കനിവ് കാട്ടുന്നു. തീർച്ചയായിട്ടും ഇവിടെ സത്യസന്ധമാണോ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതിനായിട്ട് നിങ്ങൾക്ക് വിജയം ലഭിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നയനാണ് ഇവിടെ മേജർ അർക്കാനയാണ് ജസ്റ്റിസ് എന്ന് പറയുന്നത്. ഇവിടെ അതുപോലെ തന്നെ ദ ലവേഴ്സ് മേജർ അർക്കാന, ദ വീൽ ഓഫ് ഫോർച്യൂൺ മേജർ അർക്കാനയാണ്. കണ്ടില്ലേ, ഇവിടെ 2-3 കാർഡ്സ് മേജർ അർക്കാന വന്നിട്ടുണ്ട്. ഒരുപാട് സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നടക്കാൻ പോകുന്നു. ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ വന്നപ്പോൾ തന്നെ പറഞ്ഞു, നിങ്ങളിപ്പോൾ ആവേശത്തോടുകൂടി എന്താണോ നോക്കിയിരിക്കുന്നത് അത് നിങ്ങളിലേക്ക് സാധ്യമാകുന്ന എനർജിയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കോടതി വക കേസുകളുണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് ജസ്റ്റിസ് ലഭിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഭൂമി സംബന്ധമായ എന്തെങ്കിലും കേസുകൾ, അല്ലെങ്കിൽ മറ്റുള്ളവർ നിങ്ങളോട് വഴക്കിന് വന്നിട്ടുണ്ടോ, വാക്കുതർക്കങ്ങളിൽ വന്നിട്ടുണ്ടോ, അവിടെ നിങ്ങൾക്കൊരു ജയം, അതാണ് ഇവിടെ പറയുന്നത്. ഇവിടെ കിങ് ഓഫ് കോയിൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. സമ്പത്തിൻ്റെ രാജാവായിട്ട് മാറാനുള്ള സാധ്യതയാണ്. മനസ്സിലായില്ലേ? പലരിലേക്ക് സാമ്പത്തികം വരുന്ന എനർജി, ഒരുപാട് പേർ സ്നേഹിക്കുന്ന എനർജി, സ്നേഹം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നു, ഒരുപാട് വിജ്ഞാനമുണ്ടാകുന്നു നിങ്ങൾക്ക്. അങ്ങനെയാണ് ഇവിടെ പർപ്പിൾ കളർ കണ്ടില്ലേ, ഇവിടെ തേട ചക്രയുടെ ആക്ടിവേഷനാണ് ഇവിടെ കാണുന്നത്. ഒരുപാട് കാര്യങ്ങളിൽ മനസ്സിലാക്കിയിട്ട് അതിലേക്ക് മുന്നിട്ടിറങ്ങി, ജോലിക്കാര്യമായാലും മറ്റ് പല കാര്യങ്ങളിലേക്ക് മുന്നിട്ടിറങ്ങി മണി ഏൺ ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു. അതിലൂടെ നിങ്ങൾക്ക് സക്സസ് ആണ് ലഭിക്കുന്നത്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് മണി ഏൺ ചെയ്യാൻ സാധിക്കുന്നു. എന്തോ ഒരു കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടു പോയോ, ഇവിടെ നിങ്ങൾക്ക് സാമ്പത്തികപരമായ സ്രോതസ്സുകൾ വരാനുള്ള ഒരു സമയം ആയിരിക്കുന്നു. സാമ്പത്തികം നിങ്ങളിലേക്ക് നന്നായിട്ട് വരുന്ന ഒരു എനർജിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ലഭിക്കാനുള്ള സമ്പത്തായിരിക്കാം ചിലപ്പോൾ. ഇവിടെയും അത് തന്നെ 10 ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ, കിങ് ഓഫ് കോയിൻസ് വന്നിട്ട് 10 ഓഫ് കോയിൻസ് ആണ്.
അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുന്ന എനർജിയാണ്. അതുവഴി ഒരുപാട് സന്തോഷം അനുഭവിക്കാൻ സാധിക്കുന്നു. ചിലരുടെയൊക്കെ വിവാഹം നടക്കുന്ന എനർജി, ചിലരൊക്കെ വീട്, വാഹനം ഒക്കെ വാങ്ങിക്കുന്ന എനർജിയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ നിറഞ്ഞ സന്തോഷമാണ് ഇവിടെ. വിവാഹ കാര്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ ഗോൾഡ് മേടിക്കുന്നത്, ഓർണമെൻറ്റ്സ്, അങ്ങനെയൊക്കെ പല ഓർണമെൻറ്റ്സ് വാങ്ങിക്കുന്ന എനർജിയുണ്ട്. വളരെയധികം സന്തോഷം അനുഭവിക്കുന്നത്. നിറഞ്ഞ സാമ്പത്തികം വരുമ്പോൾ നിങ്ങളിലേക്ക് ഒരുപാട് ആൾക്കാരും കൂടെ വരുമല്ലോ. അത്രമാത്രം നല്ല പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെ പറയാം. ഇവിടെ അതുപോലെ തന്നെ ദ ലവേഴ്സാണ് വന്നിരിക്കുന്നത്. മേജർ ആർക്കാന പാസ്റ്റ് ലൈഫിലെ പങ്കാളി തന്നെ നിങ്ങളിലേക്ക് തിരികെ വരുന്നു. അല്ലെങ്കിൽ ഇവിടെ പിരിഞ്ഞു പോയിരിക്കുന്നവർ നിങ്ങളിലേക്ക് തിരികെ വരുന്നു. വളരെയധികം സന്തോഷകരമായി ഒത്തിരി സ്നേഹത്തോടു കൂടിയുള്ള ഒരു ലൈഫ്. അത് പ്രോസ്പെറിറ്റി നിറഞ്ഞതായിരിക്കണം, അത് അബണ്ടൻസ് നിറഞ്ഞത് ഒക്കെയുമുള്ള ഒരു ലൈഫ് നിങ്ങളിലേക്ക് വന്നു ചേരാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ക്രൗൺ ചക്രയുടെ ആക്ടിവേഷനാണ്. പ്രപഞ്ചത്തെ അറിയാനും സോളിനെ അറിയാനുള്ള കഴിവ്, മനസ്സിലായില്ലേ? ആ സോളിനെ അറിയാനുള്ള കഴിവ് വരുമ്പോഴാണ് നിങ്ങളിലേക്ക് എന്ത് വരുന്നത്? പാർട്ട്ണർ വരുന്നത്. ട്വിൻ ഫ്ലെയിം സോൾമേറ്റ് കണക്ഷൻ നിങ്ങളിലേക്ക് വന്നു ചേരുന്നത്. അപ്പോൾ നിങ്ങളുടെ സോൾമേറ്റിനെ നിങ്ങൾക്കറിയാനുള്ള കഴിവ് എപ്പോഴാണ് വരുന്നത്? നിങ്ങളുടെ സോൾ വളരെയധികം പ്യുവറായിട്ട് വരുമ്പോൾ. നിങ്ങൾ ഒരുപാട് കാലം സ്പിരിച്വൽ വർക്ക് ചെയ്ത് നിങ്ങളുടെ കർമ്മ എല്ലാം ഒടുങ്ങണം. എല്ലാം ഒടുങ്ങിയില്ലെങ്കിൽ ഒരു 3/4 പങ്ക് കർമ്മയെങ്കിലും നിങ്ങളിലേക്ക് ഒടുങ്ങി കിട്ടുമ്പോഴാണ് നിങ്ങളുടെ സോൾ കുറച്ചൊക്കെ പ്യുവറായി വരുന്നത്. അങ്ങനെ പ്യുവറായിട്ട് വരുമ്പോഴാണ് മറ്റൊരു പ്യുവറായ സോൾ നിങ്ങളിലേക്ക് അടുത്ത് വരുന്നത്. അതുവരെ നിങ്ങളിലേക്ക് അത് വരില്ല. മനസ്സിലായില്ലേ? അപ്പോഴാണ് ഒരു കൂടിച്ചേരൽ വരുന്നത്. അത് ഏത് പ്രായത്തിലും സംഭവിക്കാവുന്നതാണിത്. ചെറിയ പ്രായത്തിൽ ചെറുപ്പക്കാർക്ക് മാത്രമല്ല അങ്ങനെ വരും. ചെറുപ്പക്കാർക്കാൾ കൂടുതലായിട്ട് കുറച്ചുകൂടി പ്രായം ഏജ് ആയിട്ടുള്ള ആൾക്കാരിലേക്കാണ് ഇങ്ങനെയുള്ള പ്യുവർ സോൾ വന്നു ചേരുന്നത്. കോംപ്രമൈസ് ചെയ്തു പോകാനല്ല, എങ്കിൽ ഒരു നിങ്ങളെ ഒന്ന് കെയർ ചെയ്യാൻ, നിങ്ങളോടൊന്ന് കൂട്ടുകൂടാൻ, നിങ്ങളുടെ ഒറ്റപ്പെടലിൽ നിന്നൊരു രക്ഷയായിട്ട് വരുന്ന ഒരു സൗഹൃദമാണ് ഇത് എന്ന് തന്നെ പറയാം. ഇവിടെ അതുപോലെ തന്നെ ട്രയംഫാണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളിലും നിങ്ങൾക്ക് സക്സസ് വന്നിരിക്കുന്നു. അതുപോലെ നിങ്ങളിപ്പോൾ ഏത് കാര്യത്തിലാണോ നിങ്ങളിപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിരിക്കുന്നത്, ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വളരെ സൂപ്പർ പോസിറ്റീവായിട്ടുള്ള എനർജിയാണ് ഇന്ന് വന്നിരിക്കുന്നത്. പലർക്കും പല കാര്യങ്ങളും സാധിക്കുന്ന എനർജിയാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇവിടെ ട്രയംഫാണ് ഇവിടെ ഒരു സക്സസ് ആണ് വന്നിരിക്കുന്നത്. കണ്ടില്ലേ? 7 ദിവസങ്ങൾക്കകം 7 ആഴ്ചകൾക്കകം നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഏറ്റവും വലിയൊരു കാര്യം സാധിക്കാൻ പോകുന്നു, സാധ്യമാകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങൾ വളരെയധികം വീറോടും വാശിയോടും കൂടി പൊരുതി എന്തിനെങ്കിലും ഒരു സക്സസ് നേടാൻ ശ്രമിച്ചിട്ടുണ്ടോ? ആ ഒരു വിജയമാണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് കാണുന്നു. ഇത് വളരെയധികം ഐശ്വര്യത്തോടു കൂടി ഉള്ളതാണ്. നിങ്ങളിപ്പോൾ ഒരുപാട് സ്പിരിച്വൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിക്കണം. വളരെയധികം നല്ല എനർജിയാണ് നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് കാണുന്നു. അതുപോലെ തന്നെ ചൂസ് വൈസ്ലി. ഒരുപാട് ഇതെന്ന് പറയുമ്പോൾ എന്താണ്? ഇത് നിങ്ങളുടെ വിധിയാണ്. നിങ്ങളത് പലതും ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യേണ്ട പല കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യൂ. ഇവിടെ 7 ആണ് നമ്പർ. കണ്ടില്ലേ? അത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ 7 ഡേയ്സ് ആണ്, 7 ആഴ്ചകൾ ഒക്കെയും നിങ്ങൾക്ക് സാധ്യമാകുന്ന എനർജിയാണ്. കുറച്ചുകൂടി ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് പേർക്ക് ഇമോഷണൽ ലോസ് ഉണ്ട്, അല്ലേ? അതായത് ഒരുപാട് സ്നേഹിച്ച പങ്കാളികൾ വിട്ടുപിരിഞ്ഞു പോയിരിക്കുക, അല്ലെങ്കിൽ ഉദ്ദേശിച്ച പല കാര്യങ്ങളും സാധ്യമാകാതെ പോകുമ്പോൾ റിലേഷൻഷിപ്പിലെ പ്രശ്നമുണ്ടാവാം, അല്ലെങ്കിൽ ജോലിസ്ഥലത്തെ പ്രശ്നമുണ്ടാകാം, വീടുകളിൽ ഏത് പ്രശ്നമായാലും ഇവിടെ ഒരുപാട് ഹൃദയവേദന അനുഭവിക്കുന്ന ഒരവസ്ഥയുണ്ടാകും. പക്ഷേ അതിൽ നിന്നും നിങ്ങൾ മുന്നോട്ട് വരും. ഈ ഒരു നഷ്ടം തന്നെയാണ്, ശരിയാണ്, അല്ലേ? ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്ക് ഇവിടെ വളരെ വലിയ ഒരു നഷ്ടമാണ് വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നിങ്ങൾ മുന്നോട്ട് പോകുന്നതാണ്. മുന്നോട്ടൊരു മാറ്റം നിങ്ങൾക്ക് വരും, തീർച്ചയായിട്ടും വരും. ചൂസ് വൈസ്ലി. കണ്ടില്ലേ? ബുദ്ധിപൂർവ്വം സെലക്ട് ചെയ്യൂ. സ്പിരിച്വൽ യൂണിയനാണ് വരാൻ പോകുന്നത്. കണ്ടില്ലേ? സ്പിരിച്വൽ യൂണിയൻ ഇവിടെ അത് തന്നെയാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, സോളിൻ്റെ പ്യൂരിഫിക്കേഷൻ. സോൾ പ്യുവറാകുമ്പോഴാണ് നിങ്ങളിലേക്ക് അടുത്ത സോൾ വരുന്നത്, നിങ്ങളോട് ചേരാനുള്ള സോൾ വരുന്നത്. ഇവിടെയോ സ്പിരിച്വൽ, അതൊരു സ്പിരിച്വലാണ്, ആത്മീയപരമായ ഒരു കൂടിച്ചേരലാണ് ഇവിടെ വരുന്നത്.
അങ്ങനെയുള്ള വളരെ നല്ല പോസിറ്റീവായിട്ടുള്ള ഒരുപാട് പോസിറ്റീവായിട്ടുള്ള നല്ല എനർജറ്റിക് ആയിട്ടുള്ള ഒരു യൂണിയൻ നിങ്ങളിലേക്ക് വരാൻ തുടങ്ങുന്നുണ്ട്, വരിക തന്നെ ചെയ്യും എന്ന് ഇവിടെ കാണുന്നുണ്ട്. ചിലപ്പോൾ 2 ആഴ്ചകളാവാം, 2 മാസവുമാവാം. കണ്ടില്ലേ, സോൾ ഒന്ന് തന്നെയാണ്, മനസ്സിലായില്ലേ? ഒരേ സോളിൻ്റെ 2 ഭാഗങ്ങളാണ് ഇവിടെ കൂടിച്ചേരാൻ പോകുന്നത് എന്നാണ് കാണുന്നത്. വിജയമാണ്. പിന്നീട് എന്താണ്? അതോറിറ്റി പവറാണ്. നിങ്ങളിലേക്ക് പലർക്കും അധികാര പദവി നിങ്ങളിലേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു അധികാര പദവി നിങ്ങൾ ഒരുപാട് കാലം കൊണ്ട് ആഗ്രഹിക്കുന്നതാണ്, മനസ്സിലായല്ലോ? ഒരുപാട് കാലം കൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ്. നിങ്ങൾക്കൊരു നിലനിൽപ്പ്, ലൈഫിനൊന്ന് സ്റ്റെബിലിറ്റി വേണം. അതായത് നിങ്ങൾ ആഗ്രഹിക്കുന്നതായിട്ട് ചിലപ്പോൾ സാമ്പത്തികപരമായ സ്റ്റെബിലിറ്റി ആവണം, അല്ല എങ്കിൽ സ്നേഹപരമായിരിക്കണം. ഇതിവിടെ നിങ്ങൾക്ക് ഇവിടെ സ്പിരിച്വൽ യൂണിയനും വന്നിട്ടുണ്ട്, ഇവിടെ അതോറിറ്റി പവറും വന്നിട്ടുണ്ട്. ഇതെന്താണ്? ഇവിടെ നിങ്ങൾ ഇത് ആഗ്രഹിക്കുന്ന കാര്യം തന്നെയാണ് എന്ന് കാണുന്നുണ്ട്. ഇങ്ങനെയൊരു യൂണിയൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതാണ് ഇവിടെയും, കണ്ടില്ലേ? ഇതാണ് വളരെയധികം പ്യുവറായിട്ടുള്ള ലവ് ആണ്, സോൾ പ്യുവറായിട്ട് വരുന്ന ഒരു ലവ് ആണ്, മനസ്സിലായില്ലേ? അപ്പോൾ ഇത് പാസ്റ്റ് ലൈഫ് കണക്ഷനാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കണക്ഷൻ നിങ്ങളിലേക്ക് വരുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് തന്നെ ഒരു അധികാര പദവി കൈവരും. നിങ്ങൾ കുടുംബത്തിലെല്ലാം അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവും, സമൂഹത്തിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയാവും. കാരണം നിങ്ങളെക്കൊണ്ട് മറ്റുള്ളവർക്കില്ലാത്ത പല കഴിവുകളും ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റും. അത് മറ്റുള്ളവർ മനസ്സിലാക്കുന്ന ഒരു സമയമാണ്. സാമ്പത്തികപരമായാലും സ്നേഹപരമായാലും അത് സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ മറ്റുള്ളവരോട് വളരെയധികം സ്നേഹത്തോടും റെസ്പെക്റ്റോടും കൂടി സംസാരിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. കാരണം എന്താണ്? ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുന്നു, അങ്ങനെയാണ് ഇവിടെ പറയാൻ സാധിക്കുന്നത്. ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ട്, ഇവിടെ വരാൻ പോകുന്നുണ്ട്. അപ്പോൾ എങ്ങനെ വരാൻ പോകുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് ഈ ഒരു പദവി വളരെ വളരെ സുന്ദരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും, മനോഹരമായിട്ട് ആസ്വദിക്കാൻ സാധിക്കും. അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ എനർജിയും വന്ന് ചേരും, അവരുടെയും സ്നേഹം നിങ്ങൾക്ക് ലഭിക്കും. വീട്ടിലുള്ളവരുടെയും സമൂഹത്തിലെയും ഒക്കെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാനും ആദരവ് ലഭിക്കാനുമുള്ള ഒരു സമയം നിങ്ങളിലേക്ക് അടുത്ത് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ലൈഫിനൊരു സ്റ്റെബിലിറ്റി വരുന്നു. ഒന്നാമതായിട്ടും നിങ്ങളുടെ ലൈഫിനൊരു സ്റ്റെബിലിറ്റി വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കണ്ടില്ലേ? നിങ്ങളുടെ ഓറ ഇവിടെ വളരെ ശുദ്ധമാവുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിന്ന് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യാനും യോഗ ചെയ്യാനും സ്പിരിച്വൽ വർക്ക് ചെയ്യാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത്. അല്ല എങ്കിൽ അതിനുള്ള സ്റ്റെപ്പ് എടുത്തു കഴിഞ്ഞു നിങ്ങൾ. അതുവഴിയാണ് നിങ്ങളിലേക്ക് ഇത്രമാത്രം വളരെ പോസിറ്റീവായിട്ടുള്ള എനർജി വന്നു ചേരുന്നത്. ഇവിടെ അത് എന്താണ് വന്നിരിക്കുന്നത്? കണ്ടില്ലേ? മൂവ്മെൻറ്റ്, ചോയ്സസ്, ഡിസിഷൻസ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുന്നത്. മുന്നോട്ടുള്ള ചലനങ്ങൾ വയ്ക്കുകയാണ്. ഇവിടെ മുന്നോട്ട് നടക്കാൻ തുടങ്ങിയിട്ടുണ്ട് നിങ്ങൾ. പലരും ഇവിടെ ബാക്കിലോട്ട് പോയിരിക്കുന്ന ഒരു സമയമായിരുന്നു അല്ലേ? അപ്പോൾ ഇനി മുന്നോട്ട് എങ്ങനെ പോകും, എങ്ങനെ ഞാനിനി മുന്നോട്ട് നടന്നു നീങ്ങും, മുന്നോട്ട് എന്താണ് എൻ്റെ അവസ്ഥ എന്ന് ആലോചിച്ചിരുന്ന ഒരു സമയം, അല്ലെങ്കിൽ ആലോചിച്ച് ഒരുപാട് വിഷമിച്ചിരുന്ന ഒരു സമയമാകാം. അവിടെ നിന്നാണ് നിങ്ങൾക്ക് മുന്നോട്ട് നടക്കാൻ കഴിയുന്ന മൂവ്മെൻറ്റ്, മുന്നോട്ട് നടക്കാൻ കഴിയുന്ന ചോയ്സസ് ഉണ്ട്, നിങ്ങൾക്ക് ഡിസിഷൻസും ഉണ്ട്. അപ്പോൾ ഇതൊക്കെ വളരെ മനോഹരമായ എനർജിയാണ്. ഇപ്പോൾ ഇതിലൊക്കെ കഴിയുകയാണെങ്കിൽ ഇതിനൊക്കെ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഈ ഒരു എനർജി നിങ്ങളിലേക്ക് വരും. ഇത് നിങ്ങളിലേക്ക് വരാനുള്ളതാണിത്. ഇത് നിങ്ങളുമായിട്ട് വളരെയധികം കണക്റ്റ് ആവുന്ന ഒരു എനർജിയാണ്. വളരെ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ എല്ലാവരും കർമ്മയൊടുങ്ങാൻ വേണ്ടി ഫൊർഗിവ്നെസ് പറയണം, ഗ്രാറ്റിറ്റ്യൂഡ് പറയണം. ഫൊർഗിവ്നെസ് എല്ലാ ദിവസവും നിങ്ങൾ പറയണം. ദൈവത്തോട് മാപ്പപേക്ഷയാണ്, യൂണിവേഴ്സിനോടൊരു മാപ്പപേക്ഷ നടത്തണം തീർച്ചയായിട്ടും. ഐ ആം സോറി, പ്ലീസ് ഫൊർഗിവ് മീ, താങ്ക് യു, ഐ ലവ് യു. മനസ്സിലായില്ലേ? ഇത് പറഞ്ഞിരിക്കണം നിങ്ങൾ. എന്നാലേ നിങ്ങളുടെ ഒരുപാട് പേർക്ക് കർമ്മയുണ്ട്, എല്ലാവരും കർമ്മ കൂട്ടിവെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്ന് ഈ കർമ്മയുടെ ബാഗേജിൻ്റെ വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടി എന്താണ് ചെയ്യേണ്ടത്? നിങ്ങളിത് പറഞ്ഞേ മതിയാവൂ. എന്തിനും ഏത് കാര്യം സന്തോഷകരമായി നിങ്ങളിലേക്ക് വന്നിരിക്കുന്നു അതിന് ഹൃദയം നിറഞ്ഞ ഗ്രാറ്റിറ്റ്യൂഡ് സമർപ്പിക്കണം. മനസ്സിലായില്ലേ? അതിലൂടെ ഉണ്ട്. വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇടുമ്പോൾ താങ്ക് യു യൂണിവേഴ്സ്, താങ്ക് യു എന്നല്ലെങ്കിൽ ഇത് പറഞ്ഞു തന്ന ആളിനോട് ഒരു താങ്ക് യു പറയാവുന്നതാണ്. വളരെയധികം സന്തോഷം, വളരെയധികം പോസിറ്റീവായിട്ടുള്ള എനർജി അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് വന്നിരിക്കും. മനസ്സിലായില്ലേ? അപ്പോൾ അത്രമാത്രം നന്ദി പറഞ്ഞ് നന്ദിയുള്ളവരായി തീരുക, അതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.